എന്തായാലും നിനക്ക് ഉറപ്പില്ലേ? നിന്നോടാ ചോദിച്ചത്, നിനക്ക് ഉറപ്പില്ലെന്ന്. റോബിൻ, ഞാനല്ല ഓർക്കേണ്ടത്, നിങ്ങളാ. ഇപ്പൊ നിങ്ങളോട് എന്താ അന്വേഷണം നടക്കുന്നേ? വീട്ടുമുറ്റത്ത് ആരോ വന്നു. അതാരാന്നറിയാൻ വേണ്ടി ഞാൻ അവൻ്റെ അടുത്തേക്ക് ഓടി ചെന്നപ്പോ അവൻ വീടിന്റെ ഡോറ് പുറത്തുനിന്ന് കുറ്റിയിട്ടു. അതറിയാൻ വേണ്ടി ഞാൻ വീടിന്റെ ബാക്ക് ഡോർ വഴി ഓടി വന്നതാ. അവൻ എങ്ങോട്ട് പോയി? എന്നിട്ട് അഴുപ്പ് എവിടെ? അത് തന്നെ ഞാൻ നോക്കണത്. റോബിൻ, ഇത് റോബിന്റെ തോന്നലാണ്. ഞാൻ കണ്ടത് പിന്നെ എന്തു കുന്തോണം എൻ്റെ കണ്ടുകൊണ്ട്. അവൻ പുറത്തുനിന്ന് ഡോറ് കുറ്റിയിട്ടു. ഞാൻ അതുകൊണ്ട് ഓടി ഇങ്ങോട്ട് വന്നത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ വാ, പുറത്തുനിന്ന് കുറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. വാ ഇങ്ങട്. പുറത്തുനിന്ന് ആരോ കുറ്റിയിട്ടതാണ്. റോബിൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സത്യം പറയോ? എന്താണ്? മുകളിലത്തെ മുറിയിൽ ഫാനിൽ കെട്ടി തൂക്കിയിരിക്കുന്ന കയറ് ആർക്ക് വേണ്ടിയാ? എന്നെ കൊന്ന് കെട്ടിത്തൂക്കാനാണോ അതോ റോബിന് സ്വയം തൂങ്ങാനാണോ? റോബിൻ, അതെന്നെ കൊന്ന് കെട്ടിത്തൂക്കാനാണ് കെട്ടിയതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. മറിച്ച് റോബിൻ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചതെങ്കിൽ അതെന്നെ കൊന്നിട്ട് വേണം. എന്നെ ഒറ്റയ്ക്കാക്കരുത്. അപ്പോൾ ഞാനറിയാതെ നീ എൻ്റെ പുറകെ ഉണ്ട് അല്ലേ? നിങ്ങളെ എനിക്ക് പേടിയാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. നീ എന്തൊക്കെയാ അവിടെ കടന്ന് കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് അറിയില്ല. നീ ആദ്യം ഒന്ന് രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ നോക്ക്. അപ്പോൾ എല്ലാം ശരിയാവും. റോബിൻ, ഇങ്ങോട്ട് വന്നേ. എനിക്ക് നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോകണം. ഇങ്ങോട്ട്. അതൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം.
റോബിൻ 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 എങ്ങോട്ട് പോയത്? എന്തായി കാണിക്കണേ? അവനെന്തേ? ആര്? ക്രിസ്റ്റേ, നീ കൂടുതൽ നാടകം കളിക്കല്ലേ. നിന്റെ നാടകം ഇന്നത്തോടെ ഇവിടെ തീരുവാ. നിങ്ങൾ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പുറത്ത് കിടക്കണ കാറിൽ വന്നവൻ എന്തിയെന്ന്? കാറിൽ നിങ്ങളല്ല വന്നത്, അതിനകത്ത് വേറെ ആറ് വന്നെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? വീട്ടിൽ വരുമ്പോ കാർ അവിടെ മുറ്റത്ത് കിടപ്പുണ്ട്. ഞാൻ റോബിൻ എവിടെ എല്ലാം നോക്കി. റോബിൻ എവിടെ പോയതാ? നീ എവിടെ പോയതാ? സൂപ്പർ മാർക്കറ്റില്. നീ ഇപ്പൊ എവിടെ പോവാ? ഞാൻ തുണി വിരിക്കാൻ പോവാണേ. പലതരം പ്രാന്ത് കണ്ടിട്ടുണ്ട്. മനുഷ്യനെ വട്ടുപിടിപ്പിക്കാം. നീയും നിന്റെ വൈഫും തമ്മിൽ ഒട്ടും മാച്ചല്ല. അതുകൊണ്ട് നീ മരിക്കണം. മരിച്ചേ പറ്റൂ. ഹലോ, ഇവിടെ ആരുമില്ലേ? ആരാടാ നീ? ഞാൻ മൻസൂർ. നിനക്കെന്താ ഇവിടെ കാര്യം? ചേച്ചിയുടെ ചായപ്പൊടി. ചേച്ചിയുടെ ചായപ്പൊടിയോ? ചേച്ചി സൂപ്പർ മാർക്കറ്റിൽ ചായപ്പൊടി വെച്ച് മറന്നുപോയി. അത് കൊണ്ടു തരാൻ വേണ്ടി വന്നതാ. പെണ്ണുങ്ങൾ മറന്നു നോക്കണ മാത്രം നീ കൊണ്ടു തരൂ? അങ്ങനെയൊന്നുമില്ല. എന്നാ വാ പറയട്ടെ. ഇവിടെ അവളുടെ വീടെന്ന് നീ എങ്ങനെ അറിഞ്ഞ്? ഞാൻ ഇതുവഴി വന്നപ്പോഴേ. നീ എന്തിനാ ഇതുവഴിയൊക്കെ വന്നത്? ഇവിടെ റെജി പീറ്ററിന്റെ വീടുണ്ടേ. റെജി പീറ്ററിന്റെ പലയിടത്തും വീടുണ്ട്, അവിടെയൊക്കെ നീ പോകും. ഞാൻ ഈ ചായപ്പൊടി തരാൻ വേണ്ടി വന്ന പിടിച്ച് ചായപ്പൊടി അവിടെ നിൽക്കട്ടെ, നീ ചായ കുടിച്ചിട്ട് പോടാ. ചായ ഒന്നും വേണ്ടോ? ചായ കുടിച്ചിട്ട് പോയ മതിയെന്ന് പറയുന്നത്. നീ ചായ കുടിച്ചിട്ട് പോയാ മതിയടാ. നിനക്ക് എന്താ ചായ കുടിച്ചാൽ എന്ത്? നിനക്ക് നിന്റെ അച്ഛനാടാ. നീ ചായ കുടിച്ചാൽ എന്താടാ? നിന്റെ വന്നാടി ചായപ്പൊടിയും കൊണ്ട്. മൻസൂനോ? ചേച്ചി മൻസൂറാണ് ചേച്ചി. സൂപ്പർ മാർക്കറ്റില്ല ചായപ്പൊടി വെച്ച് മറന്നുപോയില്ലേ, കൊണ്ടു തരാൻ വേണ്ടി വന്ന. റോബിൻ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ?
ഞാനിവന്റെ കാല് പിടിച്ച് പറയായിരുന്നു ചായ കുടിച്ചിട്ട് പോവാന്ന്. വാടാ, ചായ കുടിച്ചിട്ട് പോവാന്നേ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ചായ വേണ്ടാന്ന് പറഞ്ഞ് ബലം പിടിക്കുക. നീ പോയി 2 ചായ എടുക്കച്ചല്ലേ. വാ, ചായ എടുക്കടി പോയി. എന്തി നോക്കി നിക്കണ? പോയി ചായ എടുക്കടി 2 നീ ഇതെവിടെ പോവാ? ചായ ഇവിടെ വരും, ഇവിടെ ഇരി. നീ പേടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്, ഞാൻ പറഞ്ഞ പോലെ ഈ പേപ്പറിലേക്ക് എഴുത്. എന്തെഴുതാൻ? ഞാനിനി ഈ വീട്ടിലേക്ക് വരില്ല. ഞാൻ ഇനി ഈ വീട്ടിലേക്ക് വരില്ല. ഈ വീട്ടിലേക്ക് വരില്ല. നീ എന്താ ഇവിടെ ഇരിക്കണ? ചായ വന്നില്ല. ചായ കുടിച്ചിട്ടേ നീ പോവുള്ള. എന്നാ ഞാൻ പോട്ടെ. റോബിനും സോഫിയയും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞതിൽ പിന്നെ സോഫിയയുടെ നിഴൽവെട്ടത്ത് പോലും റോബിൻ വന്നിട്ടില്ലെന്നാണ് സോഫിയയുടെ അമ്മ പറഞ്ഞത്. റോഡ് ആക്സിഡന്റിൽ മരിച്ച സോഫിയ ഇടിച്ചിട്ട വണ്ടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. CC ക്യാമറ ഇല്ലാത്ത വഴിയിൽ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്. പൊതുവെ സഞ്ചാരയോഗ്യമില്ലാത്ത വഴി ആയതുകൊണ്ട് ദൃക്സാക്ഷികളും ആരുമില്ല. സംശയാസ്പദമായ നിഴൽ നിൽക്കുന്നത് ഒരു മിനി ലോറിയാണ്. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു CC ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചുകൊണ്ട് ആ ലോറി പോയിരിക്കുന്നത്. അതിൻ്റെ ഡ്രൈവറാണെങ്കിൽ ഹെൽമെറ്റും റെയിൻകോട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. സോഫിയൻ റോബിനെയും കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾ 2 പേരുമാണ്. സാറേ, ഞാനും സോഫിയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല സാറേ. ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് റോബിന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി. അന്ന് തന്നെ എൻ്റെ ഭാര്യ പിണങ്ങി പോയി സാറേ. അവൾ പോയിട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞു സാറേ. അന്ന് രാത്രി അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഓടിയപ്പോൾ എൻ്റെ ബൈക്ക് എടുക്കാൻ പറ്റിയില്ല. ആ പ്രാന്തനെ കത്തിച്ച് കളഞ്ഞു സാറേ. എന്നിട്ടെന്താ നിങ്ങൾ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യായിരുന്നത്? സാറേ, കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോബിൻ ചിലപ്പോൾ എനിക്ക് പുതിയ ബൈക്ക് മേടിച്ചു തന്നിരിക്കും. ഞാനത് ഓടിച്ചോണ്ട് റോട്ടിലൂടെ പോണ സമയത്ത് സോഫിയക്ക് പറ്റിയ പോലെ എനിക്ക് സംഭവിക്കും. ഒരു റോഡ് ആക്സിഡൻറ്റ് റോബിനത് ക്രിയേറ്റ് ചെയ്യും. സോഫിയ റോബിനാണോ എന്നൊന്നും ഉറപ്പിച്ചിട്ടൊന്നുമില്ല, വെറും ഒരു സംശയം മാത്രം. അത് അവനായിരിക്കും സാറേ, അത് ഉറപ്പാ. സാറേ, സോഫിയ പറഞ്ഞു വെച്ചിട്ടുള്ള അറിവുകൊണ്ട് പറയുക, റോബിനൊരു സംശയരോഗി മാത്രമല്ല സർ, ഹീസ് ആൻ എക്സ്ട്രീംലി ഡേഞ്ചറസ് മാൻ. 1 മിനിറ്റ്. എന്തായി മനസ്സൂറേ? സാറേ, ഞാൻ റോബിന്റെ വീട്ടിൽ ചായപ്പൊടിയായിട്ട് പോയിരുന്നു. അയാളുടെ ഇപ്പോഴുള്ള ഭാര്യ അയാൾക്ക് സംശയമാണ്. ഞാൻ ഒരു കണക്കിന് സാറേ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഓക്കെ, ഞാൻ വിളിക്കാം. അപ്പോൾ രാജേഷേ, കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് കുഴഞ്ഞാ കിടക്കുന്നത്. നിങ്ങൾ 2 പേരും എനിക്ക് ചില ഹെൽപ്പുകളൊക്കെ ഒന്ന് ചെയ്യേണ്ടി വരും. സാറേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. സാർ പറഞ്ഞാൽ മതി. ആദ്യം നമുക്ക് റോബിനിലെ അപകടകാരി ഒന്ന് പുറത്തുകൊണ്ടുവരാം.